അതെ, ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. എടാ ജിൻസെ കേറിയടാ, വാടാ. ആ ഡോറെ പിടി പിടി. ചേട്ടനൊന്നും ഇങ്ങ് മാറി. ജിൻസെ കേറ്. അതെ, ബുദ്ധിമുട്ടായോ? ഒരു കുഴപ്പമില്ല, അവര് നോക്കിക്കോളൂ. എടുത്തോടാ. നീ ഇങ്ങോട്ട് വാടാ. നീ ഇങ്ങ് വന്നിട്ടേ നീ ഇങ്ങോട്ട് വന്നു. സോറി, ശ്രദ്ധിച്ച്. ലെഫ്റ്റിലേക്ക്. ലെഫ്റ്റ് തല ആദ്യം തിരിയട്ടെ. തിരിച്ചു. ആ ഓക്കെ. തട്ടല്ലേ മുട്ടല്ലേ. ഒരുമിച്ചേ. 1 2 3 വാ. ഒന്ന് പയ്യെ വെക്കടാവേ, ഒരു മനുഷ്യരല്ലേ. ചേച്ചി ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കും. വാടാ പിള്ളേരെ. പൊക്കോട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ. ഞാനങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ടോ ബേബി? എന്റെ കരണം പൊട്ടി മുളകേ. ബൈ, ഗുഡ് നൈറ്റ്. ഇനി ഷോ നാളെ. എന്താ? എന്തോ ഒരു അനക്കം പോലെ. അനക്കോ? എവിടെ? കൈക്കേ. പണ്ടത്തെ കൈവിശേടി എന്നതായിരുന്നു? നിങ്ങൾ അതും ഇതും പറയാതെ അങ്ങോട്ട് പിടിച്ചേ. ഇവിടെ അല്ല, കാല് പിടിക്ക്. പിടിച്ചോ? എന്നാ പൊക്ക്. പൊക്ക്. പിടിച്ചോ ചേച്ചി. അയ്യോ വിടരുത് ചേച്ചി. എന്തൊരു പാടാ ഇത്. മടുത്തു.
ഒന്ന് കുഴഞ്ഞാ പിന്നെ മനുഷ്യന് 4 ഇരട്ടി ഭാരം വന്ന. പിടിക്ക്. ചേച്ചി കഴുത്ത്. നമ്മളെ കൊണ്ട് മാത്രം കൂട്ടിയോ കൂടും തോന്നണില്ല മോളെ. ആളുങ്ങൾ ആരെങ്കിലും വേണം. ഞാനും അത് തന്നെ ആലോചിക്കണം ചേച്ചി. പറ്റിയ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചാ ഞാൻ ഒന്ന് നോക്കട്ടെ. മനുഷ്യൻ ഇത്തിരി ശ്വാസം എടുത്തോട്ടെ, കേറ്റിയിരുത്താം. തന്നോട് മിണ്ടരുന്നല്ലേ പറഞ്ഞത്. ഇവിടെ ആരുമില്ലേ? ആരാ? ആ ചേച്ചി, ഞാൻ ജോബിഷ് പറഞ്ഞിട്ട് വന്നാ. ആ എനിക്കറിയാന്നേ. ബെൽത്താസർ അല്ലേ? വല്ലെന്ന് തന്നെ വിളിക്കുന്നത്. ബെല്ലെന്ന് പറഞ്ഞാ നമ്മുടെ മണി. അങ്ങനെ വിളിക്കുന്നവരും ഉണ്ട്. ആ വാ. അവനെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ആ ഇതാണ് സെലേന കൊച്ചി. അച്ഛൻ്റെ കൂട്ടൊന്നുമല്ല. ഈ കൊച്ചിന് ശമ്പളം തരുന്നതിന് ഒരു പിശുക്കൂല്ല. മോളെ ഇതാ നമ്മൾ വിളിച്ച പയ്യൻ വന്നിട്ടുണ്ട്. ഓ ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ബെൽത്താസർ. സലേന. എന്നാ പിന്നെ അച്ഛൻ്റെ മുറിയിലോട്ട്. ആ വരും. ഓ വൺ സെറ്റപ്പ് ആണല്ലോ. പിന്നല്ലാതെ. ഇതാണ് എൽദോ ചേൻ. മാഡം, എനിക്ക് അച്ഛൻ്റെ ഡിസ്ചാർജ് സമ്മറി ഒന്ന് കാണാൻ പറ്റുമോ? ആ പിന്നെന്താ. താങ്ക് യു. മേഡം ഒരു സെക്കൻഡ് ഒന്നെങ്കിൽ വന്നേ. ഒരു 1 മിനിറ്റ്. സകല പ്രശ്നമുണ്ടല്ലോ. ഹാർട്ടിനൊക്കെ കുഴപ്പമുണ്ടല്ലേ? ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ ട്രെയിൻഡ് ആയിട്ട് ഒരാളെ വെച്ചത്. ശരിയാ. നല്ല ശ്രദ്ധ ഉണ്ടാവണം. ആ അതൊക്കെ അതുണ്ടാവും. എനിക്ക് പറ്റുന്ന രീതിയിൽ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇല്ലില്ല, സെറ്റപ്പ് ഒക്കെ ഉഗ്രനാ. ഞാൻ പറഞ്ഞാണല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും സന്തോഷമായിട്ട് തുടങ്ങിക്കോ. ശരി, താങ്ക് യു മേഡം. നോക്കിയും കണ്ടൊക്കെ നിൽക്കണേ മക്കളെ. അറവീടന്മാരാ. ആ 2 ചാക്കാരി അർജൻറ്റായിട്ട് എത്തിച്ചോളൂട്ടോ. ആ നീ എടുത്തോ കോള്? ഞാൻ കോൾ എടുത്തിട്ട് 5 മിനിറ്റ് ആയി. എനിക്കറിയാലോ, നല്ല തിരക്കല്ലേ ഇവിടെ. അല്ല, കല്യാണത്തിനുള്ള അരിയും പച്ചക്കറിയാണോ കയറ്റി വിടുന്നത്? ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ള സാധനങ്ങളാ. യുവ നേതാവായി പോയില്ലേ മോളെ? ഞാൻ വിചാരിച്ചു ഒളിച്ചോട്ടത്തിന് എന്തിനാ സദ്യന്ന്. ചെറിയ സദ്യയൊക്കെ നമ്മൾ ഒപ്പിക്കുന്നുണ്ട്. അല്ല, നിനക്ക് ടെൻഷനൊന്നുമില്ലേ? നിങ്ങൾ ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ. ആ മാറിനുള്ളതാണ് എൻ്റെ ഒരു ആശ്വാസം. ഇത് 2 ഈ ട്രിപ്പിലേക്കുള്ളതല്ലേ? മറ്റേത് വേണ്ട. ആ ലേഡീസിൻ്റെയും കുട്ടികളുടെയും മാത്രം കൊണ്ടായാൽ മതി. ആ നീ എന്ത് ചോദിച്ചേ? ഈ ആത്മാർത്ഥത എന്നും ഉണ്ടായാൽ മതി. അല്ലാതെ വല്ല തരികിട പരിപാടിക്കും പോകാനാണെങ്കിലേ എൻ്റെ വക്കാലത്തുണ്ടാവില്ല കേട്ടോ യുവ നേതാവ്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ വെള്ളം വിളിയല്ലേ? അല്ല, എനിക്കതിൻ്റെ പുറത്തൊരു കറുത്ത കോട്ടും കൂടി ഉണ്ട്. കോട്ട് നമുക്ക് ഊരാലോ. ആ ഓക്കെ കൃത്യസമയത്ത് വരണം. ശരി ഓക്കെ. ബൈ.
ഹലോ ദിവാകരനല്ലേ? ഇല്ലല്ലോ, ഞാൻ പുരുഷോത്തമനാ. ജ്വാലേനെ പെണ്ണ് കാണാൻ വേണ്ടി വന്നിരുന്നില്ല അന്ന്. പിന്നെ അന്ന് സമ്മതിച്ചൊന്നുമില്ലല്ലോ. ഇപ്പം എന്താ വേണ്ടപ്പോ? അല്ല, എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ഓ സന്തോഷം. നിന്റെ അച്ഛൻ ഒന്ന് പോയേ. എന്റെ മുഖം കാണാൻ പറ്റുള്ളല്ലോ. പരിപാടി കഴിഞ്ഞു. എന്താ എന്തായി? കട്ട് ചെയ്തു. നല്ല കാര്യം. കട്ട് ചെയ്തു. അല്ല പേടിക്കണ്ട, വേറെ വഴിയുണ്ട്. ഒന്നുകൂടെ വിളിക്കാല്ലേ? ഏയ് ചേട്ടാ, എന്തിനപ്പോ കട്ട് ചെയ്തേ? ഞാനിവിടെ 4 മണി തൊട്ട് ഇവിടെ ഇരിക്കുന്നത്. കടയിൽ നല്ല തിരക്കാ. എന്താ വേണ്ടതെന്ന് ചോദ്യം പറഞ്ഞേ. അല്ല, ഞാൻ ചേട്ടൻ്റെ മോളെ കല്യാണം കഴിച്ചേ. ഓ ശരി. അതന്ന് ഹലോ ഹലോ എന്തായി? ഹലോ, കുഴപ്പമില്ല തോന്നുന്നുണ്ട്. ആണോ? ആണോ? ഓ സോറി. അല്ല നീ അപ്പുറം വേണ്ടി കയറി. ആരെങ്കിലും വണ്ടി പിടിക്കും. ശരി. നിന്നെ കൊണ്ട് സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ലോ? വാ പോവാ. ഇപ്പൊ വരാം, കഴിഞ്ഞു. ഓക്കെ ഞാൻ സൂമിൽ വരാം. വരുൺ, ആ ഹണിമൂണൊക്കെ അതിന് ഉണ്ടായിരുന്നു. അടിപൊളി. അടിച്ചു പൊളിച്ച്. ഞാൻ സ്ലിം ആയിട്ടില്ലേ? ഞാൻ സുന്ദരനാവെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? അല്ല, നിങ്ങൾ ഇതുവരെ ഇറങ്ങിയില്ലേ? ഞാനിത് തീർത്തിട്ട് ഇറങ്ങോ? അത് ഞാൻ നോക്കിയോളാം. അല്ല, പോയിക്കോളൂ. അപ്പൊ ശരി. അയാൾക്ക് നിന്നെ ഭയങ്കര കെയർ ആണല്ലോ. എന്ത് കയറ്? അതെ, ഇന്ന് ഞാൻ നല്ല തിരക്കായിരുന്നു. അതാ പുള്ളിക്കാരനെ കൊണ്ടുവിടാൻ ചേട്ടാ. ശരി. സൂം മീറ്റിംഗ് ഉണ്ട്. ശരി. കുഴപ്പമില്ല. നിനക്ക് ആ സ്കൂട്ടറിൽ ഒന്നുകൂടെ ജോലിക്ക്? എന്തിന്? ഒരാളെ നമ്മൾ ഫ്രീ ആയിട്ട് കൊണ്ടുവിടാനുള്ളപ്പോ പിന്നെ വെയിൽ കൊള്ളണോ? ഇങ്ങ വന്നേ. ജോലേ വന്നില്ലേ? നാളെ രാവിലെ കാണാം. അപ്പൊ ശരി, കാണാം. എന്തേ? ഒന്ന് കഴിക്കാൻ കുഴപ്പമില്ല കേട്ടോ.